വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. നമ്മൾ ഇൻവോയ്സിൻ്റെ ലാസ്റ്റ് സ്റ്റേജ്, അതായത് ഇൻവോയ്സിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ കഴിഞ്ഞാൽ ഇൻവോയ്സുമായിട്ട് ബന്ധപ്പെടുത്തി ഇനി നമുക്ക് രണ്ട് കാര്യങ്ങൾ പഠിക്കാനുള്ളത്. ദ ഫസ്റ്റ് വൺ ഈസ് കോൾഡ് ഡെബിറ്റ് നോട്ട് ആൻഡ് ക്രെഡിറ്റ് നോട്ട്. അതായത് അതിൻ്റെ ബേസിക്കലി അത് എന്താണെന്ന് പറഞ്ഞുതരാം. അതായത് നമ്മൾ ആക്ച്വലി ഇൻവോയ്സ് കൊടുക്കുന്ന നേരത്ത് സപ്പോസ് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ എമൗണ്ട് എഴുതി അല്ലേ, അങ്ങനെ വരുന്ന നേരത്ത് അവരിൽ നിന്ന് കൂടുതൽ ടാക്സ് നമുക്ക് കളക്ട് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ആ ആക്ച്വൽ ട്രാൻസാക്ഷൻ വാല്യൂവിനേക്കാൾ കുറഞ്ഞ എമൗണ്ട് ആണ് നമ്മൾ ഇൻവോയ്സിനകത്ത് എഴുതിയത്. സോ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ അവർക്ക് നമ്മൾ വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും, അവരിൽ നിന്ന് കൂടുതൽ പൈസ കളക്ട് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അവരിൽ നിന്ന് കൂടുതൽ GST കളക്ട് ചെയ്യേണ്ടി വരും. സിറ്റുവേഷൻ മനസ്സിലായല്ലോ. എക്സാമ്പിൾ പറയുവാണെങ്കിൽ 1,00,000 രൂപയായിരുന്നു ട്രാൻസാക്ഷൻ വാല്യൂ, പക്ഷേ നമ്മൾ 1,20,000 രൂപ കാണിച്ചു, അല്ലെങ്കിൽ 80,000 രൂപ കാണിച്ചു എന്ന് വിചാരിക്കുക. ഈ രണ്ട് സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കി. ഈ രണ്ട് സിറ്റുവേഷൻസിനകത്തും ഉണ്ടാവുന്ന പ്രശ്നം എന്താ? ദാറ്റ് മീൻസ് ആക്ച്വൽ പ്രൈസ് ഓഫ് ഇൻവോയ്സ് അല്ല നമ്മൾ കാണിച്ചിരിക്കുന്നത് അല്ലേ. സോ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും എന്നാണ് നമുക്ക് പഠിക്കാൻ പോണേ. ദാറ്റ് മീൻസ് ഈ ഒരു പ്രോബ്ലം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് രണ്ട് കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനുള്ളത്. ദ ഫസ്റ്റ് വൺ ഈസ് കോൾഡ് ഡെബിറ്റ് നോട്ട് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് കോൾഡ് ക്രെഡിറ്റ് നോട്ട്. നോക്കി ക്രെഡിറ്റ് നോട്ട്. In case where tax invoice has been issued for a supply and subsequently it is found that the value or tax charged in the invoice is more than what is actually payable or chargeable, where the recipient has been returned the goods, the supplier can issue a credit note to the recipient. മനസ്സിലായി? എങ്ങനെയായിരുന്നു? ഇൻവോയ്സ് ഈസ് മോർ ദാൻ ദ ആക്ച്വലി പേയബിൾ. മനസ്സിലായല്ലോ? അതായത് ആക്ച്വൽ എമൗണ്ടിനേക്കാൾ കൂടുതലാണ്. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നോക്കി, ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ദ വാല്യൂ ഓർ ടാക്സ് ചാർജ് ഇൻ ദാറ്റ് ഇൻവോയ്സ് ഈസ് മോർ ദാൻ വാട്ട് ഈസ് ആക്ച്വലി പേയബിൾ. എത്രയാണോ പേ ചെയ്യേണ്ടത് അതിനേക്കാൾ കൂടുതൽ എമൗണ്ട് ആണ് കാണിച്ചിരിക്കുന്നത്. 1,00,000 രൂപയായിരുന്നു ആക്ച്വൽ ഇൻവോയ്സ് എങ്കിൽ നമ്മൾ 1,20,000 രൂപയാണ് കാണിച്ചിരിക്കുന്നത്. സോ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ 20,000 റുപ്പീസ് നമ്മൾ റെസിപ്പിയന്റിൽ നിന്ന് അഡീഷണൽ ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ട് ആണല്ലോ. 20,000 റുപ്പീസ് റെസിപ്പിയന്റിൽ നിന്ന് അഡീഷണൽ ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. സോ ആ 20,000 ടാക്സും കൂടെ നമ്മൾ റെസിപ്പിയന്റിൽ നിന്ന് അഡീഷണൽ ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ടോ? ആണോ? അത് നമ്മൾ ഓൾറെഡി ഗവൺമെന്റിലോട്ട് പേ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക. ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ റെസിപ്പിയന്റിന് എന്ത് ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യും. ക്രെഡിറ്റ് നോട്ട് നോക്കാം. A registered person who issues such a credit note has to declare details of such a credit note in the return for the month during which such a credit note has been issued. മനസ്സിലായോ? അതായത് അടുത്ത മാസം നമുക്ക് എന്ത് ഇഷ്യൂ ചെയ്യണം? ഈ പറയുന്ന ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്ന സാധനം സബ്മിറ്റ് ചെയ്യണം. ഇനി പറഞ്ഞിരിക്കുന്നത് ഹാസ് ബീൻ ഇഷ്യൂഡ് ബട്ട് നോട്ട് ലേറ്റർ ദാൻ നോക്കി September following the end of the financial year in which such a supply was made and the date of furnishing the relevant annual return whichever is earlier. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? എപ്പോഴാ അടുത്ത മാസം തന്നെ കാണിക്കണമെന്നാണ് പറയണേ. പക്ഷെ ഇവിടെ പറയുന്നത് അങ്ങനെ കാണിച്ചില്ലെങ്കിൽ ഇപ്പൊ 2 മാസം 3 മാസം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇതിന്റെ റിട്ടേൺ തിരിച്ചു പറഞ്ഞത്, അല്ലെങ്കിൽ ഇതിന്റെ ആക്ച്വൽ എമൗണ്ട് അറിഞ്ഞിരിക്കണേ എന്ന് വിചാരിക്കുക. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഈ വർഷം കഴിഞ്ഞാൽ, ഈ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞാൽ നമ്മൾ അല്ലെങ്കിൽ ആ ഫിനാൻഷ്യൽ ഇയറിന്റെ മൊത്തം ആനുവൽ റിട്ടേൺ സബ്മിറ്റ് ചെയ്യണം. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? സോ ആനുവൽ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ ക്രെഡിറ്റ് നോട്ടിന്റെ ഡീറ്റെയിൽസും കൂടെ നിങ്ങൾ കാണിക്കണം. ഇനി ആനുവൽ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്നത് സെപ്റ്റംബർ കഴിഞ്ഞിട്ടാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ സെപ്റ്റംബറിന് മുമ്പായിട്ട് നിങ്ങൾ എന്ത് കാണിക്കണം? ഈ പറഞ്ഞിരിക്കുന്ന ക്രെഡിറ്റ് നോട്ട് എന്താണെന്ന് കാണിക്കണം. സിറ്റുവേഷൻ മനസ്സിലായോ? എങ്ങനെയായിരുന്നു? എപ്പോഴാണോ ആ സപ്ലൈ നടക്കുന്നത് അടുത്ത മാസം തന്നെ നിങ്ങൾ ക്രെഡിറ്റ് നോട്ട് കാണിക്കണം. പക്ഷെ അവിടെ ഒരു പ്രശ്നം വരുന്നത് ഇങ്ങനെയാണ്, ആ ട്രാൻസാക്ഷൻ്റെ ഒറിജിനൽ വാല്യൂ അടുത്ത മാസത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. ബട്ട് നോട്ട് ലേറ്റർ ദാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എപ്പോൾ വരെ സമയമുണ്ട്? ഈ ഫിനാൻഷ്യൽ ഇയറിന്റെ ആനുവൽ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്നത് വരെ സമയമുണ്ട്. മനസ്സിലായി? ആനുവൽ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്നത് ഈ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞ് വരുന്ന സെപ്റ്റംബറിന് ശേഷമാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സെപ്റ്റംബറിന് മുമ്പായിട്ട് ആ ക്രെഡിറ്റ് നോട്ടിലെ ഡീറ്റെയിൽസ് നിങ്ങൾ കാണിക്കണം. ഇനി നോക്കി, the tax liability of the registered person will be adjusted in accordance with the credit note issued. നമ്മുടെ ടാക്സ് ലൈബിലിറ്റി എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ ക്രെഡിറ്റ് നോട്ടിനെ ആസ്പദമാക്കി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. However, no reduction in output tax liability of the supplier shall be permitted. എങ്ങനെയാ? അതായത് ഔട്ട്പുട്ട് ടാക്സ് കുറയ്ക്കില്ല. നോർമൽ കേസിനകത്ത് ഔട്ട്പുട്ട് ടാക്സ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി പറയുന്നത് ഔട്ട്പുട്ട് ടാക്സ് കുറയ്ക്കില്ല. എങ്ങനെയാ? ഇഫ് ദ ഇൻസിഡൻസ് ഓഫ് ടാക്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ സച്ച് സപ്ലൈ ഹാസ് ബീൻ പാസ്ഡ് ടു എനി അതർ പേഴ്സൺ. ദാറ്റ് മീൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? അതായത് ആ ടാക്സിന്റെ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ റെസിപ്പിയന്റിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. സിറ്റുവേഷൻ മനസ്സിലായോ? അതായത് അതിന്റെ ബെനിഫിറ്റ് നമ്മൾ റെസിപ്പിയന്റിന് കൊടുത്തിട്ടില്ല. റെസിപ്പിയന്റിനകത്ത് നമ്മൾ ഇപ്പോഴും 1,20,000 തന്നെയാണ് കാണിക്കണേ എന്ന് വിചാരിക്കുക. അങ്ങനെ വരുന്ന നേരത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ടാക്സ് എന്ന് പറയുന്ന സാധനം അഡ്ജസ്റ്റ് ചെയ്യാൻ പാടില്ല. സിറ്റുവേഷൻ മനസ്സിലായോ? അല്ലെങ്കിൽ ആ ഇൻസിഡൻസ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് വേറൊരാൾക്ക് ചാർജ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് അതിന്റെ എഫക്റ്റ് നമുക്ക് വരണമെങ്കിൽ അതിന്റെ റീപേയോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം.
ഓക്കെ, സോ ഫസ്റ്റ് വൺ നമ്മൾ ട്രീറ്റ് ചെയ്തത്, നമ്മൾ പഠിച്ചത് ക്രെഡിറ്റ് നോട്ട് ആണ്. ദാറ്റ് മീൻസ് ഇൻവോയ്സ് പ്രൈസിനേക്കാൾ കൂടുതലാണ് നമ്മൾ എഴുതിയിരിക്കുന്നതെങ്കിൽ, അല്ലെ, ഇൻവോയ്സ് പ്രൈസിനേക്കാൾ കൂടുതലാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ റെസിപ്പിയന്റിന് നമ്മൾ ക്രെഡിറ്റ് നോട്ട് എഴുതി കൊടുക്കണം. അല്ലെങ്കിൽ ആ ക്രെഡിറ്റ് നോട്ടിന്റെ ഡീറ്റെയിൽസ് നമ്മൾ നമ്മുടെ റിട്ടേണിനകത്ത് കാണിക്കണം. നോർമൽ കേസിനകത്ത് ആ ട്രാൻസാക്ഷൻ നടന്ന അടുത്ത മാസം തന്നെ നമ്മൾ റിട്ടേൺ സബ്മിറ്റ് ചെയ്യണം. ഇനി അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആനുവൽ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്നത് വരെ നമുക്ക് ക്രെഡിറ്റ് നോട്ട് സപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ ക്രെഡിറ്റ് നോട്ട് ചെയ്യാൻ സമയമുണ്ട്. ആനുവൽ റിട്ടേൺ സെപ്റ്റംബറിന് ശേഷമാണെങ്കിൽ സെപ്റ്റംബർ വരെ സമയമുള്ളൂ. സെപ്റ്റംബറിന് മുമ്പായിട്ട് നമുക്ക് ക്രെഡിറ്റ് നോട്ട് കാണിക്കണം. ഇങ്ങനെ ക്രെഡിറ്റ് നോട്ട് കാണിച്ചാൽ നമ്മുടെ ടാക്സ് ലയബിലിറ്റിനകത്ത് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സിറ്റുവേഷൻ മനസ്സിലായോ? ടാക്സ് ലയബിലിറ്റിയിൽ നിന്ന് ആ എമൗണ്ട് നമ്മൾ റീപേ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആർക്കാ? ആ റെസിപ്പിയന്റിന് നമ്മൾ റീപേ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലേ, നമുക്ക് അവിടെ അഡീഷണൽ ടാക്സ് ലയബിലിറ്റി വരും. റീപേ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അഡീഷണൽ ടാക്സ് ലയബിലിറ്റി വരും. സോ നിങ്ങൾ ആ എമൗണ്ട് റീപേ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവരിൽ നിന്ന് അത്രയും എമൗണ്ട് ഓഫ് ടാക്സ് നമ്മൾ കളക്ട് ചെയ്തിട്ടില്ല, അല്ലെ, അല്ലെങ്കിൽ കളക്ട് ചെയ്ത ക്രെഡിറ്റ് നോട്ട് മുഖേന നമ്മൾ തിരിച്ചു കൊടുത്തു. സോ നമ്മുടെ ടാക്സ് ലയബിലിറ്റിയിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ആ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് വേറൊരാൾക്ക് ചാർജ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റില്ല. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് നമുക്ക് ഡെബിറ്റ് നോട്ട് കയറി പറഞ്ഞത്. In case where the tax invoice has been issued for a supply and subsequently it is found that the value or tax charged in the invoice is less than what is actually payable or chargeable, the supplier can issue a debit note to the recipient. മനസ്സിലായോ? Any registered person who issue a debit note in relation to the supply of goods or services or both shall declare the details of such a debit note in the return for the month during which such a debit note has been issued. ഓക്കെ, അവിടെ ആനുവൽ റിട്ടേൺ വരെ സമയമില്ല. ആ ഡെബിറ്റ് നോട്ട് അല്ലെങ്കിൽ അടുത്ത മാസം എന്നാണ് പറയുന്നത്. എപ്പോഴാണോ ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നത് അതിന്റെ അടുത്ത മാസം. സോ ഇൻവോയ്സ് പ്രൈസിനേക്കാൾ കുറവാണ്, ആക്ച്വലി പേയബിളിനേക്കാൾ കുറവാണ് നമ്മൾ ഇൻവോയ്സിനകത്ത് കാണിച്ചിട്ടുള്ളതെങ്കിൽ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് എന്ത് നോട്ടാ? ഡെബിറ്റ് നോട്ടാണ്. ഓക്കെ, ഡിഫറൻസ് നമ്പർ 1. ആൻഡ് നമ്പർ 2, അവിടെ ഈ പറയുന്ന ആനുവൽ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്നത് വരെ നമുക്ക് സമയമുണ്ട്. ഇവിടെ നമ്മളോട് അങ്ങനെ ഒരു പ്രൊസീജിയർ പറയുന്നില്ല. എപ്പോഴാണോ നിങ്ങൾ ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നത് അതിന്റെ അടുത്ത മാസം അതിന്റെ ഡീറ്റെയിൽസ് ഹാജരാക്കണം. And shall be adjusted in a manner as may be prescribed. That means ഇതിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആ ഡെബിറ്റ് നോട്ടിന്റെ ക്രെഡിറ്റ് നോട്ടിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പുതിയ അല്ലെങ്കിൽ ടാക്സ് ലയബിലിറ്റി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. സിറ്റുവേഷൻ മനസ്സിലായോ? സോ ഇത്രയും കാര്യങ്ങളാണ് ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പറയാനുള്ളത്. എങ്ങനെയായിരുന്നു? നമ്മുടെ ഇൻവോയ്സ് പ്രൈസിനേക്കാൾ കൂടുതലാണോ കുറവാണോ നമ്മൾ എഴുതിയിരിക്കണേന്ന് വിചാരിക്കുക. സോ ഇത് നമ്മുടെ ടാക്സ് ലയബിലിറ്റിനെ ബാധിക്കും, അല്ലെ? ദാറ്റ് മീൻസ് അവരിൽ നിന്ന് ഇപ്പോൾ മിസ്റ്റർ എക്കാണ് ഞാൻ സെയിൽ ചെയ്തത്. മിസ്റ്റർ എയിൽ നിന്ന് നമ്മൾ ഓൾറെഡി ടാക്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ ഔട്ട്പുട്ട് ടാക്സ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക, ഗവൺമെന്റിലോട്ട് പേ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. പിന്നീടാണ് മനസ്സിലായത് ഇങ്ങനെയല്ല. സോ നമ്മൾ അവിടെ ഒരു ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നു. ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്തിട്ട് നമ്മൾ ഈ എമൗണ്ട് റീപേ ചെയ്യണം. അഡീഷണലി വാങ്ങിച്ചിരിക്കുന്ന എമൗണ്ട് നമ്മൾ റീപേ ചെയ്യണം, വേണ്ടേ? സോ നമ്മുടെ ടാക്സ് ലയബിലിറ്റി കുറയ്ക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളോട് എന്ത് പറയണേ? ഈ പറയുന്ന ക്രെഡിറ്റ് നോട്ടും കൂടെ സെപ്പറേറ്റ് ആയിട്ട് റിട്ടേണിന്റെ കൂടെ കാണിക്കാൻ പറയണം. അങ്ങനെ കാണിച്ചാൽ ഓക്കെ, നമുക്ക് നമ്മുടെ ടാക്സ് ലയബിലിറ്റി അവിടെ കൊണ്ടുവന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. മനസ്സിലായി? ആൻഡ് ദ നെക്സ്റ്റ് വൺ, കണ്ടന്റ് ഓഫ് എ റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് ആൻഡ് ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് നോട്ട്. എന്തൊക്കെ വേണം റിവൈസ്ഡ് ഇൻവോയ്സിനകത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന ഡെബിറ്റ് നോട്ടിനകത്ത് ക്രെഡിറ്റ് നോട്ടിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ കാണിക്കണം? അതായത് ആക്ച്വലി ഒരു ഇൻവോയ്സ് ഉണ്ടാക്കി 1,20,000 അല്ലെ, അതിനെ മാറ്റിയിട്ടാണ് ഇപ്പൊ നമ്മൾ 1 ലക്ഷം രൂപയുടെ ഇൻവോയ്സ് ആക്കണേ. ഓക്കെ, ആ 20,000 നമ്മൾ ഡെബിറ്റ് നോട്ടോ ക്രെഡിറ്റ് നോട്ടോ നമ്മൾ സബ്മിറ്റ് ചെയ്യും. അങ്ങനെ വരികയാണെങ്കിൽ ഈ പറയുന്ന റിവൈസ്ഡ് ഇൻവോയ്സിനകത്തോ ഡെബിറ്റ് നോട്ടിനകത്തോ ക്രെഡിറ്റ് നോട്ടിനകത്തോ എന്തൊക്കെ കാര്യങ്ങൾ കാണിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ദ വേർഡ് റിവൈസ്ഡ് ഇൻവോയ്സ്. ഓക്കെ, അതായത് ആ ഇൻവോയ്സിനകത്ത് റിവൈസ്ഡ് ഇൻവോയ്സ് ആണ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കണം. നെയിം, അഡ്രസ് ആൻഡ് GSTIN ഓഫ് ദ സപ്ലയർ, നാച്ചർ ഓഫ് ഡോക്യുമെന്റ്സ്, ഈ പറയുന്ന പോലെ സീരിയൽ നമ്പർ ഉണ്ടായിരിക്കണം, ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഡോക്യുമെന്റ് ഉണ്ടായിരിക്കണം, നെയിം ആൻഡ് അഡ്രസ് ഓഫ് GSTIN ഓഫ് റെസിപ്പിയന്റ് ഉണ്ടായിരിക്കണം, റെസിപ്പിയന്റ് ആൻഡ് അഡ്രസ് ഓഫ് ഡെലിവറി ഡിഫറെന്റ് ആണെങ്കിൽ അഡ്രസ് ഓഫ് ഡെലിവറി സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണം, സീരിയൽ നമ്പർ ആൻഡ് ഡേറ്റ് ഓഫ് കറസ്പോണ്ടിങ് ടാക്സ് ഇൻവോയ്സ് കാണിക്കണം, വാല്യൂ ഓഫ് ടാക്സബിൾ സപ്ലൈ ഓഫ് സർവീസസ് ഓർ റേറ്റ് ഓഫ് ടാക്സ് ആൻഡ് ദ എമൗണ്ട് ഓഫ് ടാക്സ് ക്രെഡിറ്റഡ് ഓർ ആസ് ദ കേസ് മേ ബി ഡെബിറ്റഡ് ടു ദ റെസിപ്പിയന്റ്. ആ എമൗണ്ട് എത്രയാണ്, പുതിയ ഇൻവോയ്സിന്റെ എമൗണ്ട് എത്രയാണ്, ഡെബിറ്റ് എമൗണ്ട് എത്രയാണ്, ക്രെഡിറ്റ് നോട്ടിലെ എമൗണ്ട് എത്രയാണ്, അത് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണം. സിഗ്നേച്ചർ ഓർ ഡിജിറ്റൽ സിഗ്നേച്ചർ ഓഫ് ദ സപ്ലയർ ഓർ ഹിസ് ഓതറൈസ്ഡ് റെപ്രസെന്റേറ്റീവ്. ഏതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ഇൻവോയ്സിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെയാണ്. അഡീഷണലി ഓർത്തിരിക്കേണ്ട 2 കാര്യങ്ങൾ, റിവൈസ്ഡ് ഇൻവോയ്സ് ആണെങ്കിൽ അതിനകത്ത് റിവൈസ്ഡ് ഇൻവോയ്സ് എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്തിരിക്കണം. ഓക്കെ, ആ ഒറിജിനൽ ഇൻവോയ്സിന്റെ എമൗണ്ടും കാര്യങ്ങളും നമ്മൾ ഇവിടെ കാണിച്ചിരിക്കണം. കൂടാതെ ഡെബിറ്റ് നോട്ട് ക്രെഡിറ്റ് നോട്ട് അതിന്റെ ഡീറ്റെയിൽസും കൂടെ ഈ പറയുന്ന ഇൻവോയ്സിനകത്ത് കാണിച്ചിരിക്കണം. മനസ്സിലായി? ആൻഡ് ദ ലാസ്റ്റ് വൺ, ഓക്കെ, ആസ് പെർ നോട്ടിഫിക്കേഷൻ of CGST rule 2017 which further clarified that even if all specified particulars stipulated by invoice rules is not satisfied,
yet the invoice contains the amount of tax charged. ശ്രദ്ധിക്കണേ, അതായത് നമ്മൾ ഇൻവോയ്സിനകത്തുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള എല്ലാ എമൗണ്ടും എഴുതിയിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും എഴുതിയിട്ടില്ല അല്ലേ. നമ്മൾ ഇൻവോയ്സിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു. പക്ഷെ ഇവിടെ പറയുന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇൻവോയ്സിനകത്ത് എഴുതിയിട്ടില്ല. എന്തൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷേ എമൗണ്ട് ഓഫ് ടാക്സ് ചാർജ് എത്രയാണെന്ന് എഴുതിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ഓഫ് സപ്ലൈസ്, ആ ഗുഡ്സിന്റെ ഡിസ്ക്രിപ്ഷൻ എഴുതിയിട്ടുണ്ട്. ടോട്ടൽ വാല്യൂ ഓഫ് സപ്ലൈ എഴുതിയിട്ടുണ്ട്. GSTN ഓഫ് ദ സപ്ലയർ ആൻഡ് റെസിപ്പിയന്റ്, GSTN നമ്പർ അല്ലെങ്കിൽ GST നമ്പർ എഴുതിയിട്ടുണ്ട്. ആരുടെ? സപ്ലയറിന്റെ റെസിപ്പിയന്റ്. ആൻഡ് ദ പ്ലേസ് ഓഫ് സപ്ലൈ ഇൻ കേസ് ഓഫ് ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ആണെങ്കിൽ ഏത് പ്ലേസിൽ നിന്നാണോ ആ പ്ലേസ് എഴുതിയിട്ടുണ്ട്. ദെൻ ITC ക്യാൻ ബി അവൈൽഡ് ബൈ ദ രജിസ്റ്റേർഡ് ടാക്സ് പേയർ. ദാറ്റ് മീൻസ് ആ ഇൻവോയ്സിനകത്ത് പറഞ്ഞിരിക്കുന്ന അത്രയും നമ്പർ ഒന്നും വേണ്ട, നിങ്ങൾക്ക് ITC ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ് മാത്രം കാണിച്ചാൽ മതി. ഏതൊക്കെയായിരുന്നു? എത്രയാണ് ടാക്സ് ചാർജ് ചെയ്തിരിക്കുന്നത്, ആ ഗുഡ്സിന്റെ ഡിസ്ക്രിപ്ഷൻ എന്തൊക്കെയാണ്, ആ വാല്യൂ ഓഫ് സപ്ലൈ എത്രയാണ്, രജിസ്റ്റർ നമ്പർ അല്ലെങ്കിൽ GST നമ്പർ കാണിക്കണം. ആരുടെയാ? സപ്ലയറുടെയും റെസിപ്പിയന്റെയും നമ്പർ ഉണ്ടായിരിക്കണം. ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ആണെങ്കിൽ എവിടെ നിന്നാണ്, ഏത് സ്ഥലത്തു നിന്നാണ് നോക്കണം. സോ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ക്ലെയിം ചെയ്യാം? ITC എന്ന് പറയുന്ന സാധനം ക്ലെയിം ചെയ്യാം. മനസ്സിലായോ? ഓക്കെ, അതായത് നേരത്തെ പഠിച്ച റൂളിന്റെ ഒരു ഓവർകം ആയിട്ടാണ് ഇവിടെ പറയണേ. അത്രയും കാര്യങ്ങൾ വേണമെന്നില്ല. ITC ക്ലെയിം ചെയ്യാനായിട്ട് ഇൻവോയ്സിനകത്ത് ഇത്രയും ഡീറ്റെയിൽസ് മാത്രം മതി. ഇനി നോക്കേ, വിത്ത് റിഗാർഡ് ടു ട്രാൻസ്പോർട്ട് ഓഫ് ഗുഡ്സ് വിത്തൗട്ട് ദ ടാക്സ് ഇൻവോയ്സ് as laid on in rule 55, the same procedure of the transport of goods through delivery challan as applicable on transportation of goods. Okay, അതായത് ഏതില്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ വിത്തൗട്ട് ദ ടാക്സ് ഇൻവോയ്സ് ഇല്ലെങ്കിൽ അവിടെ ഗുഡ്സ് ത്രൂ ഡെലിവറി ചലാൻ. മനസ്സിലായോ? Okay, in a semi knockdown or completely knockdown conditions shall also apply to the transportation of goods in batches or loads. That is പറഞ്ഞിരിക്കുന്നത് നോക്കേ, the supplier shall issue the complete invoice before dispatch of the first consignment. മനസ്സിലായോ? അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രാൻസ്പോർട്ടേഷനെ കുറിച്ച് മാത്രമാണ്. ഓക്കെ, ദാറ്റ് മീൻസ് ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കേ. the supplier shall issue the complete invoice before dispatch of the first consignment. ഫസ്റ്റ് കൺസൈൻമെന്റ് പോകുന്നതിന് മുമ്പ് എന്തുണ്ടായിരിക്കണം? കംപ്ലീറ്റ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കണം. And number 2, the supplier shall issue the delivery challan for each of the subsequent consignment giving reference to the invoice. അതായത് ഒന്നിൽ കൂടുതൽ ലോട്ടുകളായിട്ടാണ് ഡിസ്പാച്ച് ചെയ്യുന്നതെങ്കിൽ, മനസ്സിലായോ? ഓർഡർ കിട്ടിയത് ഇപ്പോൾ ഒരു 10 ഓർഡറിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഓർഡർ കിട്ടിയിരിക്കുന്നത്. സോ 10 തവണ നമുക്ക് ഈ പറയുന്ന പോലെ ട്രാൻസ്പോർട്ടേഷൻ നടത്തേണ്ടി വരും. ഇവിടെ പറയുന്നത് ഫസ്റ്റ് ബാച്ച് പോകുന്നതിന് മുമ്പ്, ഫസ്റ്റ് കൺസൈൻമെന്റ് പോകുന്നതിന് മുമ്പ് നിങ്ങൾ കംപ്ലീറ്റ് ഈ 10 ലോഡിന്റെയും ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കണം. കൊടുക്കണമെന്നല്ല പറയണേ, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കണം. ഇനി പറയുന്നത് എന്താ? ഓരോ നോക്കേ, ദ സപ്ലയർ ഷാൽ ഇഷ്യൂ ഡെലിവറി ചലാൻ ഓഫ് ഫോർ ഈച്ച് ഓഫ് ദ സബ്സിക്വന്റ് കൺസൈൻമെന്റ്. ഓരോ കൺസൈൻമെന്റിനകത്തും നമ്മൾ എന്തും കൂടെ കൊടുത്തിരിക്കണം? ഡെലിവറി ചലാൻ എന്ന് പറയുന്ന സാധനം കൂടെ കൊടുത്തിരിക്കണം. മനസ്സിലായി? ആർക്കാ? ഈ ട്രാൻസ്പോർട്ടേഷന്റെ ആൾക്കാർക്കാ പറയണേ, ഡെലിവറി ചലാനും കൂടെ കൊടുത്തിരിക്കണം. And the last one, each consignment shall be accompanied by the copies of the corresponding delivery challan along with duly certified copy of invoice. ഓരോ ഡെലിവറി ചലാന്റെ കൂടെയും ഏതുണ്ടായിരിക്കണം? ആ ഇൻവോയ്സിന്റെ കോപ്പി കൂടെ സബ്മിറ്റ് ചെയ്തിരിക്കണം. And the original copy of the invoice shall be sent along with the last consignment. ലാസ്റ്റ് കൺസൈൻമെന്റിന്റെ കൂടെ എന്തും കൂടെ കൊടുക്കണം? ഈ പറഞ്ഞിരിക്കുന്ന ഒറിജിനൽ കോപ്പി ഓഫ് ഇൻവോയ്സും കൂടെ കൊടുക്കണം. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ? ഇപ്പൊ നമുക്കൊരു 10 ബാച്ച് ആണ് കിട്ടിയിരിക്കണേ, അല്ലെങ്കിൽ 10 തവണ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ നടത്തേണ്ട സിറ്റുവേഷൻ ആണെന്ന് വിചാരിക്കുക. സോ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ആ ഫസ്റ്റ് കൺസൈൻമെന്റ് പോകുന്നതിന് മുമ്പ് നമ്മൾ ഫുൾ ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്തിരിക്കണം. ഓരോ കൺസൈൻമെന്റിന്റെ കൂട്ടത്തിലും അല്ലെങ്കിൽ ഓരോ തവണ ട്രാൻസ്പോർട്ടേഷൻ പോകുന്ന നേരത്തും ആരാണോ അല്ലെങ്കിൽ ഏത് വണ്ടിയിലാണോ ഇത് കൊണ്ടുപോകുന്നത് അവർക്ക് ഈ പറയുന്ന പോലെ ഡെലിവറി ചലാൻ എന്ന് പറയുന്ന സാധനം അവർക്ക് കൊടുത്തിരിക്കണം. ആ ഡെലിവറി ചലാന്റെ കൂട്ടത്തിൽ എന്തും കൂടെ കൊടുത്തിരിക്കണം? ഇൻവോയ്സിന്റെ കോപ്പിയും കൂടെ കാണിക്കണം. ഇനി ലാസ്റ്റ് കൺസൈൻമെന്റ് പോകുന്ന സമയത്ത് ആ ഇൻവോയ്സിന്റെ ഒറിജിനൽ കോപ്പിയും കൂടെ അങ്ങ് കൊടുത്തേക്കാം. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇനി നോക്കിയേ, modification of the procedure for interception of conveyance for inspection of goods in movement and detention, release and confiscation of such goods and conveyances. Okay, okay, ഏതൊക്കെ സാഹചര്യങ്ങളിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. The GST Council clarifies issue regarding the procedure of interception of conveyance for inspection of goods in movement and detention and release the confiscation of goods and conveyances. അതായത് ഈ പറഞ്ഞിരിക്കുന്ന പോലെ മൂവ്മെന്റിന്റെ സമയത്ത് അല്ലെങ്കിൽ ഈ ട്രാൻസ്പോർട്ടേഷന്റെ സമയത്ത് ഗുഡ്സിന്റെ ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ ആ കൺവെയൻസിന്റെ ഇൻസ്പെക്ഷനോ അല്ലെങ്കിൽ ഡിറ്റൻഷനോ അല്ലെങ്കിൽ അതിന്റെ കോൺഫിസിക്കേഷനോ. കോൺഫിസിക്കേഷൻ എന്ന് വെച്ചാൽ എന്താ? തടഞ്ഞു വെക്കുക അല്ലെ? സോ ഈ പറയുന്ന കാര്യങ്ങളുടെ പ്രൊസീജിയറിനെ കുറിച്ചാണ് നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യാറുള്ളത്.
സിറ്റുവേഷൻ മനസ്സിലായി നോക്കേ. ഇറ്റ് ഹാസ് ബീൻ ക്ലാരിഫൈഡ് ദാറ്റ് ഇഫ് എ കൺസൈൻമെന്റ് ഓഫ് ഗുഡ്സ് ഈസ് അക്കംപൈൻഡ് വിത്ത് ആൻ ഇൻവോയ്സ് ഓർ എനി അതർ സ്പെസിഫൈഡ് ഡോക്യുമെന്റ് ആൻഡ് ആൻ ഇ-വേ ബിൽ. ഓക്കെ, പുതിയൊരു ടേമാണ് ഇ-വേ ബിൽ. അതെന്താണെന്ന് നമുക്കൊരു ചാപ്റ്റർ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. Then the proceeding may not be initiated in the following situations. അതായത് നോർമൽ കേസിനകത്ത്, ഓക്കെ, അതിൻ്റെ ഒരു കൺക്ലൂഷൻ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നോർമൽ കേസിനകത്ത് ഈ പറയുന്ന ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ആണെങ്കിൽ അവിടെ ഈ പറഞ്ഞതുപോലെ ഡെലിവറി ചലാനും ഈ പറയുന്ന ഇൻവോയ്സും എല്ലാ കാര്യങ്ങളും വേണം. മനസ്സിലായി? ഇനി ഇ-വേ ബിൽ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് കേസും കൂടെ വരുന്നുണ്ട് ഈ ട്രാൻസ്പോർട്ടേഷന്റെ സാഹചര്യത്തിൽ. സോ അങ്ങനെയുള്ള ഇ-വേ ബിൽസും കാര്യങ്ങളും വേണം. അങ്ങനെ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവർക്ക് ആ ഗുഡ്സിനെ ഇൻസ്പെക്ട് ചെയ്യാനോ, ഓക്കെ, നമ്മൾ ഈ വഴിയിലൊക്കെ തടഞ്ഞു നിർത്തി ഈ നമ്മുടെ ഡോക്യുമെന്റ്സ് ചോദിക്കുന്നത് കണ്ടിട്ടില്ലേ? സോ ആ ഡോക്യുമെന്റ്സ് വേണ്ട കാര്യങ്ങളാണ് ഈ പറയണേ. നമ്മൾ ഈ വലിയ ചരക്ക് ലോറികളൊക്കെ വരുമ്പം വഴിയിൽ തടഞ്ഞു നിർത്തി പേപ്പേഴ്സ് ഒക്കെ ചോദിക്കുന്നത് കണ്ടിട്ടില്ലേ? സോ അവിടെ പറയുന്നത് നിങ്ങളിങ്ങനെ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെന്റ്സ് എല്ലാം അതിനകത്ത് വേണം. അങ്ങനെ ഡോക്യുമെന്റ്സ് ഇല്ല എന്ന് വിചാരിക്കുക. ഡോക്യുമെന്റ്സ് ഇല്ലെങ്കിൽ അവർക്ക് ഈ പറയുന്ന പോലെ കോൺഫിസ്കേഷനുള്ള ചാൻസ് പോലും ഉണ്ട്. മനസ്സിലായി? അല്ലെങ്കിൽ ഈ പറയുന്ന ഗുഡ്സിന്റെ ഇൻസ്പെക്ഷൻ ആണെങ്കിലും കൺവെൻസിന്റെ ഇൻസ്പെക്ഷൻ ആണെങ്കിലും എല്ലാത്തിനുള്ള സാധ്യതയാണ്. സോ ഇനി പറയുന്നത് നോക്കേ, ദ പ്രൊസീഡിംഗ് മേ നോട്ട് ബി ഇനിഷ്യേറ്റഡ് ഇൻ ദ ഫോളോയിങ് സിറ്റുവേഷൻസ്. അതായത് ഇറ്റ് ഹാസ് ബീൻ ക്ലാരിഫൈഡ് ദാറ്റ് ഇഫ് എ കൺസൈൻമെന്റ് ഓഫ് ഗുഡ്സ് ഈസ് അക്കംപൈൻഡ് വിത്ത് ആൻ ഇൻവോയ്സ് ഓർ എനി അതർ സ്പെസിഫൈഡ് ഡോക്യുമെന്റ്സ്. അതായത് ഇൻവോയ്സും ഇ-വേ ബിൽസും സ്പെസിഫൈഡ് ഡോക്യുമെന്റ്സ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ആ ഉള്ളതിനകത്ത് നോക്കേ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇൻ ദ നെയിം ഓഫ് കൺസൈനർ ഓർ ദ കൺസൈനി, ബട്ട് ദ GSTN whichever is applicable is correct. അതായത് GST അവർ കാണിച്ചിരിക്കുന്ന ഡോക്യുമെന്റിനകത്ത് GSTIN നമ്പർ കറക്റ്റാ. ഈ കൺസൈനറുടെയോ കൺസൈനറുടെയോ പേരിനകത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ആൻഡ് ദ സെക്കൻഡ് വൺ, എറർ ഇൻ ദ അഡ്രസ് ഓഫ് ദ കൺസൈനി. ഓക്കെ, ടു ദ എക്സ്റ്റെന്റ് ദ ലൊക്കാലിറ്റി ആൻഡ് അതർ ഡീറ്റെയിൽസ് ഓഫ് ദ കൺസൈനി ആർ കറക്റ്റ് ലൊക്കാലിറ്റിയും കാര്യങ്ങളൊക്കെ കാണിക്കണം, പക്ഷേ പ്രോപ്പർ അഡ്രസ് അല്ല, അല്ലെങ്കിൽ അഡ്രസ്സിനകത്ത് എന്തെങ്കിലും ചെറിയ തെറ്റുണ്ടെന്ന് വിചാരിക്കുക. ആൻഡ് എറർ ഇൻ 1 or 2 digits of the documents. Okay, and error in 1 or 2 digits in the vehicle number, and error in 4 to 6 digit of HSN. HSN എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞായിരുന്നു ഓരോ ഗുഡ്സിനും ഓരോ നമ്പർ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് അല്ലെ? ആ ഗുഡ്സിന്റെ നമ്പറിനകത്ത് ഈ പറഞ്ഞ 4 or 6 ഡിജിറ്റ് തെറ്റാണെന്ന് വിചാരിക്കുക. പക്ഷെ അവിടെ നോക്കിയേ, ദ ഫസ്റ്റ് 2 digits of HSN are correct. ആദ്യത്തെ 2 ഡിജിറ്റ് കറക്റ്റ് ആയിരിക്കണം, കാരണം ആ പ്രൊഡക്റ്റിന്റെ സ്വഭാവം പറയുന്ന ആ 2 ഡിജിറ്റാണ്. ഓക്കെ, ആൻഡ് ദ റേറ്റ് ഓഫ് ടാക്സ് മെൻഷൻ ഈസ് കറക്റ്റ്. മനസ്സിലായി? അതായത് ഈ പറഞ്ഞിരിക്കുന്ന കോഡ് ചെറിയ തെറ്റുണ്ടായാലും കുഴപ്പമില്ല, ആ കോഡിന്റെ ആദ്യത്തെ 2 കറക്റ്റ് അല്ലെങ്കിൽ രണ്ട് ലെറ്റർ കറക്റ്റ് ആയിരിക്കണം, ആൻഡ് ആ റേറ്റും ശരിയായിരിക്കണം. ഈ നോക്കിയേ, എറർ ഇൻ ദ പിൻ കോഡ് but address of the consignor or consignee mention is correct, subject to the condition that error in pin code should not have the effect of increasing the validity period of the e-way bill. പെനാൽറ്റി അത് നമുക്ക് ഇ-വേ ബില്ല് ഡിസ്കസ് ചെയ്യുന്ന നേരത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇ-വേ ബില്ലിനെ കുറിച്ച് നമുക്ക് പഠിക്കാനാണ്, നമുക്ക് അപ്പോൾ ഡിസ്കസ് ചെയ്യാം. സോ ഇവിടെ പറഞ്ഞത് ഇങ്ങനെ നിങ്ങൾ ഹാജരാക്കുന്ന, നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന ട്രാൻസ്പോർട്ടേഷന്റെ സമയത്ത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഡോക്യുമെന്റ്സിനകത്ത് ഈ വക ചെറിയ തെറ്റുകളാണെങ്കിൽ ഏതിനുള്ള കണ്ടോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ തെറ്റുകൾ നമ്മുടെ ഇൻവോയ്സിനകത്തോ ഡോക്യുമെന്റ്സിനകത്തോ ഉണ്ടെങ്കിൽ നോക്കേ, ദ പ്രൊസീഡിങ്സ് മേ നോട്ട് ബി ഇനീഷ്യേറ്റഡ് ഇൻ ദ ഫോളോയിങ് സിറ്റുവേഷൻസ്. ഈ പറയുന്ന പോലെ കോൺഫിസ്കേഷനോ അല്ലെങ്കിൽ ഈ ഇൻസ്പെക്ഷനോ അങ്ങനെയുള്ള പ്രൊസീഡിങ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബില്ലുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കാനുള്ളത്. ഓക്കെ, ബൈ.